തിരിച്ചു വരാം. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. BBC ഡോക്യുമെന്ററി പ്രദർശനത്തിനിടെ ഡൽഹി ജാമിയ മിലിയ സർവകലാശാലയിൽ സംഘർഷം. വിദ്യാർത്ഥികളെ കരുതൽ തടങ്കലിലാക്കി. പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു നീക്കി. ഗേറ്റുകൾ അടച്ചു. ഡോക്യുമെന്ററി പ്രദർശനം മാറ്റിവെച്ചതായി SFI അറിയിച്ചു. വിശദാംശങ്ങളുമായി അമൽനാഥ് ചേരുന്നു. അമൽ, BBCയുടെ ഡോക്യുമെന്ററി ഇന്ന് സംപ്രേഷണം ചെയ്യാനിരുന്നതാണ്. ഇതിനു മുന്നോടിയായാണ് ഇതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരുന്നു SFI അടക്കമുള്ള സംഘടനകൾ. എന്നാൽ ഭരണകൂടം ഇടപെടുന്നു. കരുതൽ തടങ്കലിൽ വിദ്യാർത്ഥികളെ കരുതൽ തടങ്കലിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ്. ഇവരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? കമലേഷ്, ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് SFIയുടെയും NSUവിൻ്റെയും നേതൃത്വത്തിൽ അവിടെ BBCയുടെ ഈ ഡോക്യുമെൻ്ററി, അതായത് 2002 ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് അതിൽ നരേന്ദ്രമോദിയുടെ പങ്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ആ സർവകലാശാലയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അതായത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട്, അതായത് ഈ ഡോക്യുമെൻ്ററി അവിടെ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന രീതിയിൽ പോലീസുകാരും ഒപ്പം തന്നെ സർവകലാശാലയുടെ അധികൃതരുമൊക്കെ വലിയ പ്രതിഷേധം തന്നെ ഉയർത്തിയിരുന്നു. ഇതിനെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ച് രംഗത്ത് വരുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഉച്ചയോടുകൂടി SFIയുടെയും ഒപ്പം തന്നെ NSUവിൻ്റെയും 5ഓളം പ്രവർത്തകരെയാണ് അവിടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 5 പ്രവർത്തകരിൽ 4 SFI വിദ്യാർത്ഥികളും ഒപ്പം തന്നെ ഒരു NSU പ്രവർത്തകനുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 5 പ്രവർത്തകരിൽ 4 പേരും മലയാളികളായിരുന്നു. ഈ വിദ്യാർത്ഥികളെ വിട്ടുകിട്ടണം എന്ന ആവശ്യവുമായി ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി SFIയും NSUവും ഒരുമിച്ച് ഒരു പ്രതിഷേധ പ്രകടനം നടത്തുക എന്നൊരു പദ്ധതിയായിരുന്നു അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഭാഗമായി അവർ ആദ്യം ഒരു 300 മീറ്റർ ദൂരത്തു നിന്ന് തന്നെ 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പോലീസുകാരുടെ അടുത്തേക്ക് പ്രതിഷേധവുമായി പോകാനായിരുന്നു പദ്ധതി ഉണ്ടായിരുന്നത്. കാരണം ഒരുമിച്ച് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കും എന്ന ഒരു ഭയം ഇവർക്കുണ്ടായിരുന്നു. ഇവർ 3 ഗ്രൂപ്പുകളായി പോവുകയും പിന്നീട് സർവകലാശാലയുടെ മുമ്പിൽ നിന്ന് ഒരുമിച്ച് കൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ കൊടികൾ ഉയർത്തുകയും ഒപ്പം തന്നെ ബാനറുകൾ ഉയർത്തുകയും ചെയ്തിരുന്നു. പിന്നീട് പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 13ലധികം വിദ്യാർത്ഥി നേതാക്കളെ അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതിൽ 6 പേരും മലയാളികളാണ് എന്നാണ് അറിയുന്നത്. ഈ അറസ്റ്റ് ചെയ്ത അവരെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുമ്പോഴും അവർ പറയുന്നുണ്ട് പ്രതിഷേധക്കാരുടെ, അതായത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ വേണ്ടിയാണ് മോദി സർക്കാർ ഇപ്പോഴും നോക്കുന്നത്. ഈ ക്യാമ്പസ് ഞങ്ങളുടെ ക്യാമ്പസ് ആണ് എന്ന് അവർ ഉറക്കെ പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒരിക്കലും സത്യത്തെ മറച്ചുവെക്കാൻ സാധിക്കില്ല, സത്യം ഒരിക്കൽ പുറത്തു വരുമെന്ന രീതിയിൽ അവർ ഉറക്കെ വിളിച്ചു പറയുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ക്യാമ്പസിൽ നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും ഗ്രനേഡും ഒപ്പം തന്നെ കണ്ണീർവാതകവും ഒക്കെ ഉപയോഗിച്ചാണ് പോലീസ് പ്രതിഷേധക്കാരെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ സ്ക്രീനിങ് നടത്തുന്നത് തടയാൻ വേണ്ടി ക്യാമ്പസിനകത്ത് രാവിലെയോടുകൂടി തന്നെ സെമിനാർ ഹാൾ അധികൃതർ പൂട്ടിയിടുകയും അവിടെ സെക്യൂരിറ്റിക്കാരെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ സെമിനാർ ഹാളും ക്ലാസ്സുകളും ഒക്കെ പൂട്ടിയിട്ടതായാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഒപ്പം തന്നെ അവിടേക്കുള്ള ക്യാമ്പസിനകത്തേക്കുള്ള ഇന്റർനെറ്റും വൈദ്യുതി കണക്ഷനും ഒക്കെ വിച്ഛേദിച്ചുകൊണ്ട് ഈ സ്ക്രീനിങ് തടയുക, ഈ പ്രദർശനം തടയുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ക്യാമ്പസിന്റെ അധികൃതർ ഒക്കെ ഉണ്ടായിരുന്നത്. ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പസിന് പുറത്ത്, അതായത് കഴിഞ്ഞ ദിവസം JNUവിൽ അടക്കം വിദ്യാർത്ഥി പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിലും ക്യാമ്പസിന് പുറത്ത് പ്രതിഷേധിക്കാൻ വേണ്ടി JNUവിൽ വലിയ ഒരു രീതിയിലും അവർക്ക് മറ്റ് ക്യാമ്പസിന് പുറത്ത് പ്രതിഷേധിക്കുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ക്യാമ്പസിനകത്തും ക്യാമ്പസിന് പുറത്തും പ്രതിഷേധിക്കാനുള്ള അവരുടെ അവകാശത്തെ നിഷേധിക്കുന്നതായാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ അമൽ, ജാമിയ മിലിയ സർവകലാശാലയിൽ BBCയുടെ ഡോക്യുമെന്ററി പ്രദർശനം തടയുന്നു. അവിടെ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമാണ്. അമൽനാഥാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ